ഇന്ന് എന്റെ കൂടെ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് അവരെങ്ങനെ ഇത് മാസ്റ്റേഴ്സിന് ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്ത് ഇവിടെ എത്തി, അതുപോലെ അവരുടെ ഇവിടുത്തെ എക്സ്പീരിയൻസും പിന്നെ അതുപോലെ തന്നെ പാർട്ട് ടൈമിന്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയാം. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് ഇവരെല്ലാവരും പരിചയപ്പെടാം. എന്റെ പേര് അനു. ഞാൻ ഇവിടെ ഹോക്സ്ഷൂലെ ബ്രഹ്മനിലാണ് പഠിക്കുന്നത്, മാസ്റ്റേഴ്സ്. എന്റെ പേര് അനികേത്. ഞാൻ ഇവിടെ മാസ്റ്റേഴ്സ് സ്പേസ് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. എന്റെ പേര് ഒലീവിയ. ഞാൻ നാട്ടിലെ കോട്ടയം. ഞാനിവിടെ ഹോക്സ്ഷൂളയില് മാസ്റ്റേഴ്സ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ചെയ്യും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്? ഞങ്ങൾ സെയിം കോഴ്സാണ്, ബട്ട് ഞങ്ങളുടെ സ്പെഷ്യലൈസേഷൻ വേറെയാ. ഞാൻ മൈക്രോ സിസ്റ്റത്തിലാണ് ചെയ്യണത്. ഞാൻ മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി അല്ലല്ലേ പഠിക്കുന്നത്? അതെ അതെ. അപ്പൊ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല? ഇപ്പൊ അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ബുക്സിന്റെയോ അല്ലെങ്കിൽ എക്സാം ഫീസോ അങ്ങനെ എന്തെങ്കിലും? ആകെ അടക്കുന്നത് സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഫീ അല്ലാതെ എക്സാം രജിസ്ട്രേഷൻ ഒരു ഫീയും, അതുപോലെ തന്നെ നമ്മുടെ ബസ് ടിക്കറ്റ്സ്, അതായത് ബ്രഹ്മൺ ഉൾപ്പെടെയും നമ്മുടെ റീജിയണൽ ബാന് ഉൾപ്പെടെയുള്ള ടിക്കറ്റ്സ് ഇൻക്ലൂഡഡ് ആണ് അതിൻ്റെ അകത്ത് അടക്കുന്നത്. അത് അറൌണ്ട് 350 എല്ലാ സ്റ്റുഡൻസിനും സെയിം ആണ്. അത്രേ ഉള്ളൂ. അതെ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നപ്പോ എങ്ങനെയാണിത് അപ്ലൈ ചെയ്തത്? നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണോ അപ്ലൈ ചെയ്തത്? യൂണിയനിലേക്ക് ഞാൻ 2019 ജർമ്മനിക്ക് വരാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പം ഞാൻ പാരലി ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വരുമ്പോഴേക്ക് എന്തായാലും കുറച്ച് ജർമ്മൻ ലാംഗ്വേജ് വേണമെന്ന് ഇങ്ങനെ ഫ്രണ്ട്സ് പറയുന്ന കേട്ടപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഏത് കോഴ്സ് എടുക്കുമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു ജാനുവരി 2020 ജാനുവരി ആകുമ്പോഴാണ് ഞാൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോഴ് ഞാൻ യൂണിവേഴ്സിറ്റി സൈറ്റിലാണ് ഫസ്റ്റ് ചെയ്തത്. എനിക്കൊരു ഏജൻസി കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരെനിക്ക് ഗൈഡൻസ് തരുമായിരുന്നു ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. എനിക്ക് ജാനുവരിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം, കാരണം ഡെഡ് ലൈൻ ജാനുവരി 15 ആകുമ്പോഴേക്ക് യൂണിവേഴ്സിറ്റി ക്ലോസിംഗ് ഉണ്ടായിരുന്നു. അതായത് ഇനി വരുന്ന സമ്മർ ഇൻടേക്കിന്റെ ക്ലോസിംഗ് ആയിരുന്നു. ജാനുവരി എനിക്ക് ഏകദേശം അപ്ലൈ ചെയ്തതിനു ശേഷം എനിക്ക് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിന് എനിക്ക് അഡ്മിഷൻ ലെറ്റർ കിട്ടിയായിരുന്നു. അപ്പൊ അഡ്മിഷൻ ലെറ്റർ കിട്ടിയപ്പോൾ അവർ അതിൻ്റെ അകത്ത് കണ്ടീഷൻ വെച്ചത് കഴിഞ്ഞാൽ ജർമ്മന്റെ B1 ലെവലും കൂടി വെക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്രേ ഉണ്ടായിട്ടുള്ളൂ. B1. ഇപ്പോ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് ഇംഗ്ലീഷിലായിരുന്നോ അതോ ജർമ്മനിലായിരുന്നു? ഞാൻ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. പക്ഷെ എന്റെ സ്പേസ് എഞ്ചിനീയറിംഗ് കോഴ്സിന് അന്ന് ആ സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് B1 ലെവൽ ലാംഗ്വേജ് വേണമെന്ന് റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ B1 എഴുതാൻ പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്തു. ആപ്ലിക്കേഷൻ എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ വിസക്ക് കൊടുത്തതിന് ശേഷം വിസ വരേണ്ട ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്താണ് കൊറോണ ലോക്ക്ഡൌൺ വന്നത് ആ സമയത്ത്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് അടക്കം എല്ലാം കൂടി അവിടെ VFS ഓഫീസിൽ ലോക്കായി കിടക്കായിരുന്നു. പിന്നെ ഒരു 6 മാസത്തേക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരം കിട്ടിയിട്ടില്ല. 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് അവർ ഇങ്ങോട്ടേക്ക് എൻ്റെ തിരിച്ച് വീട്ടിലേക്ക് ആ ലെറ്റർ അടക്കം എൻ്റെ പാസ്പോർട്ട് അടക്കം തിരിച്ചയച്ചത്. ഇത് ക്യാൻസൽ ആയിട്ടല്ല അയക്കുന്നത്, നിങ്ങളുടെ നെക്സ്റ്റ് സെമസ്റ്റർ നിങ്ങൾ പഠിക്കുവാണെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്ററും കൂടി വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് ആ മെയിൽ ലെറ്റർ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു. അതിനുശേഷം എനിക്ക് ഇമെയിൽ വഴി തിരിച്ചു വന്നു. ഞാൻ അത് വെച്ചു വീണ്ടും റീ അപ്ലൈ ചെയ്യാണ്. അതിനുശേഷമാണ് എനിക്ക് വന്നത്. അപ്പോൾ കൊറോണ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റിനാണ് പിന്നെ ഞങ്ങൾ ആ സമയത്തുള്ള സ്റ്റുഡൻസ് ഒക്കെ തിരിച്ചു വന്നത്. അപ്പോൾ ഒലീവിയ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്? ഞാൻ അപ്ലൈ ചെയ്തപ്പം ഞാൻ ഫസ്റ്റ് DAD.de എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നോക്കിയിട്ട് ഫസ്റ്റ് എനിക്ക് വേണ്ട കോഴ്സും അതിന് പറ്റിയ യൂണിവേഴ്സിറ്റീസും സെർച്ച് ചെയ്യുക ചെയ്തേ. അപ്പൊ എനിക്ക് കുറച്ച് യൂണിവേഴ്സിറ്റീസ് കിട്ടി. അതിൽ നിന്ന് ഞാൻ പിന്നെ എനിക്ക് വേണ്ട അതിൽ ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയി അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. അപ്പം ഞാനിപ്പോ ഹോക്സ്ഷൂലെ ബ്രഹ്മൻ ആയിരുന്നു എന്റെ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പൊ ഞാൻ ഹോക്സ്ഷൂലെ ബ്രഹ്മന്റെ സൈറ്റിൽ പോയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്തത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്റെ റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഞങ്ങളുടെ കോഴ്സിന് IELTS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം മതിയായിരുന്നു. അപ്പം ഞാൻ IELTS സർട്ടിഫിക്കറ്റ് വെച്ചു. പിന്നെ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ വെക്കായിരുന്നു. അപ്പം എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ വെച്ചു. അത് മാൻഡേറ്ററി അല്ലായിരുന്നു. അപ്പം മെയിൻ ആയിട്ട് വേണ്ടത് ബിടെക്കും IELTS ആയിരുന്നു. അപ്പം ഞാനും സമ്മർ സെമസ്റ്റർ 2022 സമ്മർ ഇൻടേക്ക് ആണ് നോക്കിയത്. അപ്പം ഞാനത് ഒക്ടോബറിലാണ് അപ്ലൈ ചെയ്തത്. ഒക്ടോബർ 15 ആയിരുന്നു അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു നവംബർ ഫസ്റ്റ് വീക്കിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. നമ്മൾ ഓഫർ ലെറ്റർ വരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ വേണ്ടാന്ന് വെക്കുവാണോ ചെയ്യണം. അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അഡ്മിഷൻ കൺഫേം ആയത്. സെൽഫായിട്ട് അപ്ലൈ ചെയ്തു? ഞാൻ സെൽഫായിട്ട് അപ്ലൈ ചെയ്തത്. എന്റെ കുറച്ച് കോളേജിൽ പെട്ട സീനിയേഴ്സ് ഉണ്ടായിരുന്നു, അപ്പൊ അവര് ഹെൽപ്പ് ചെയ്തു. ഞാൻ അങ്ങനെ ഏജൻസി ഒന്നും പോയില്ല, ഞാൻ തന്നെ നോക്കി എല്ലാം തന്നെ ചെയ്തു. ഇപ്പൊ ഒലിവിയ പറഞ്ഞ മാതിരി ഞാനും സെൽഫായിട്ട്
യൂണിവേഴ്സിറ്റിന്റെ പോർട്ടലിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് 3 പേർക്കും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച ആ ഒരു കോഴ്സ് തന്നെയാണോ കിട്ടിയത്? അതാ നിങ്ങൾ ശരി എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാന്ന് വിചാരിച്ചെടുത്തോ? അല്ല, ഞാൻ ഏനെയായിരുന്നു ഫസ്റ്റ് വെച്ചത്. അപ്പൊ അവിടെ റിജക്ഷൻ വന്നു. പിന്നെ സെക്കൻഡ് കിട്ടിയതാണ് ബ്രഹ്മനിൽ കിട്ടിയത്. നിങ്ങൾ 3 പേരും ബ്ലോക്കഡ് അക്കൗണ്ട് കാണിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എനിക്കൊരു സംശയം, കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ ബ്ലോക്കഡ് അക്കൗണ്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം 1-2 മാസത്തിന് ശേഷം ഫുൾ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? അത് പറ്റും. എനിക്ക് പക്ഷെ ഇപ്പോഴത്തെ പ്രസന്റ് അപ്ഡേറ്റ് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ വന്ന സമയത്ത് കൊഡാക് ബാങ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നതാണെങ്കിൽ, അതായത് കൊഡാക് ബാങ്ക് ത്രൂ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ടും നമുക്ക് നമ്മുടെ ഏതാണോ ബാങ്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് ആ ബാങ്കിലേക്ക് നമുക്ക് മൊത്തം എടുക്കാം. അത് ഒന്നിക്ക് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് അയക്കണമെങ്കിൽ അയക്കാം, അല്ലെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അല്ലാതെ ഞാനിപ്പം ഓപ്പൺ ചെയ്ത വേറൊരു ബാങ്ക് ഫിൻഡിബ ത്രൂ ആണ് ഞാൻ വന്നത്, ഞാൻ എൻ്റെ എടുത്തത്. അപ്പം അത് അവർ മന്ത്ലി എനിക്ക് €850 പ്രകാരം എല്ലാ മന്ത്ലിയും ഒരു വർഷത്തേക്ക് എനിക്ക് ഇട്ട് തരുവാണ് ചെയ്തത്. ഇനിയിപ്പോ എനിക്കൊരു സംശയമുള്ളത്, ഇപ്പൊ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കും, ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളത് റീഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ബ്രഹ്മനിൽ ആ കേസ് ഉണ്ടായിട്ടില്ല. പക്ഷെ പല വേറെ സ്റ്റേറ്റുകളിലും അതായത് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വിസ എക്സ്റ്റൻഷൻ വരുന്ന സമയത്ത് വീണ്ടും ഈ ബ്ലോക്ക് എമൗണ്ട് കാണിക്കേണ്ട കേസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അപ്പോൾ റീഫണ്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ ബ്രഹ്മനിൽ ഇതുവരെ ആ കേസ് വന്നിട്ടില്ല. നമ്മൾ നെക്സ്റ്റ് ടൈം വിസ എക്സ്റ്റൻഷൻ സ്റ്റുഡൻസിന് വിസ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോഴും പാർട്ട് ടൈം ജോബിയുടെ കോൺട്രാക്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ജസ്റ്റ് €300 വെച്ചിട്ട് വരെ വിസ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വിസ കിട്ടുകയും ചെയ്തിട്ടുണ്ട്, ഒരു വർഷത്തേക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ബ്രഹ്മനിൽ അങ്ങനെ ഒരു കാര്യത്തിൽ സേഫ് ആയിട്ടാണ് ഞാൻ കണ്ടത്. മറ്റുള്ള സ്റ്റേറ്റിൽ ഫ്രണ്ട്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, വീണ്ടും നമ്മൾ തിരിച്ച് അതേപോലെ റീഫിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ബാച്ചിലേഴ്സ് ഒക്കെ നാട്ടിൽ ചെയ്ത് വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷമുള്ള ഇവിടുത്തെ ക്ലാസ്സിന്റെ രീതിയൊക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെ അവിടുത്തെ പോലെയാണോ അവിടെ? നമ്മുടെ നാട്ടിലെ പോലെ ഒരു സിസ്റ്റം അല്ല ഇവിടെ. നാട്ടില് നമ്മളിപ്പം മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്പൂൺ ഫീഡിങ് മീൻസ് നമ്മൾ ക്ലാസ്സിൽ പോകുന്നു, ടീച്ചേഴ്സ് നോട്ട്സും എല്ലാം പറഞ്ഞു തരും, അപ്പൊ നമ്മൾ എക്സാമിന് അത് കറക്റ്റ് നോക്കി പഠിക്കുക, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാം നമ്മൾ സെൽഫ് സ്റ്റഡി ആണ്, നമ്മൾ തന്നെ കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് പഠിക്കണം. അപ്പൊ ഞങ്ങളുടെ ഹോക്സ്കൂള എന്ന് പറയുമ്പം കുറച്ചുകൂടെ ജോബ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ കൂടുതലും പ്രാക്ടിക്കൽസും ലാബും ഒക്കെയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ നാട്ടിലെ പോലെ എല്ലാ ദിവസവും ക്ലാസ്സിൽ വരണം, അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്, അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. നമുക്ക് വേണമെങ്കിൽ വന്ന് പഠിക്കാം. ഇപ്പൊ ഒരു സെമസ്റ്ററിൽ നമുക്കിപ്പം വേണമെങ്കിൽ ഒരു സബ്ജക്ട് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 3-4 എണ്ണം പഠിക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കാം. പക്ഷെ നമ്മൾ തന്നെ പഠിക്കണം, അതാണ്. ഇവിടെ അത്രയൊന്നും നമ്മുടെ നാട്ടിലെ പോലെ പറഞ്ഞു തരത്തില്ല. അപ്പൊ നമ്മൾ കുറെ കൂടെ എഫോർട്ട് എടുക്കണം ഇവിടെ പഠിക്കാൻ നേരത്ത്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ പറഞ്ഞല്ലോ അറ്റൻഡൻസിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഈ അറ്റൻഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല? ഇപ്പൊ ലാബ് പ്രാക്ടിക്കൽസ് വരുമ്പോൾ നമുക്ക് അറ്റൻഡൻസ് മസ്റ്റ് ആണ്, കാരണം അത് മിക്കതും നമ്മൾ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ചെയ്യണത്, അപ്പം വരണം. അല്ലാണ്ട് തിയറി സബ്ജക്ട്സിന് അത് ഒരു പ്രൊഫസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ചിലർ പറയും 75% അറ്റൻഡൻസ് വേണം എന്ന് പറയും, ചിലർ പറയും അറ്റൻഡൻസ് വേണ്ട, നമ്മൾ പഠിച്ച് ലാസ്റ്റ് എക്സാം പാസ് ആയാൽ മതി. ഇപ്പൊ നിങ്ങളിപ്പോ ബ്ലോക്കഡ് അക്കൗണ്ടും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും അല്ലാതെ വേറെ എന്തൊക്കെ എക്സ്പെൻസാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്? ഞാൻ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് VFSൽ ഒരു എമൗണ്ട് അടച്ചായിരുന്നു, ഒരു 2000 സംതിങ് റുപ്പീസ് അടച്ചായിരുന്നു. അല്ലാതെ വേറെ ഒരു ചെലവ് എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഞാൻ വന്നപ്പം നമ്മളിവിടെ വന്നു കഴിഞ്ഞാലും നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് ആക്റ്റീവ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ ഫസ്റ്റ് ഇവിടെ വേറൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ആ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരപ്പം നമ്മുടെ റെസിഡന്റ് പെർമിറ്റ് ചോദിക്കും, ടാക്സ് ID അതൊക്കെ ചോദിക്കും. അപ്പൊ അതൊക്കെ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ആ ഒരു കുറച്ച് നാളത്തേന് നമുക്കിപ്പോ പുതിയൊരു കൺട്രിയിലേക്ക് വന്നു കഴിയുമ്പം കുറച്ച് ചെലവൊക്കെ കാണുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലിക്വിഡ് ക്യാഷ് കൊണ്ടുവന്നിരുന്നു. അപ്പൊ അത് നാട്ടിൽ നിന്ന് €യിലേക്ക് കൺവേർട്ട് ചെയ്ത് കുറച്ച് എമൗണ്ട് കൊണ്ടുവരിക ചെയ്തത്. ഒരു ഫസ്റ്റ് ഒരു ഫ്യൂ വീക്സിന്റെ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ കേസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് സ്റ്റുഡന്റ് അപ്പാർട്ട്മെന്റ് കിട്ടിയിരുന്നില്ല, അപ്പം വെളിയിലായിരുന്നു നിന്നത്. അപ്പം അതിനൊരു 350 മന്ത്ലി റെന്റ് കൊടുക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഒരു 6 മന്ത് അത് കൊടുക്കേണ്ടി വന്നു. അപ്പൊ അതൊരു എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ട് വന്നിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് അഥവാ കിട്ടിയില്ല, ഹോസ്റ്റലിലെല്ലാം കിട്ടാൻ കുറച്ച് ടൈം എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനും കൂടി കയ്യിൽ കരുതണം. നാട്ടിൽ നിന്ന് വരുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഹോസ്റ്റലിൽ കിട്ടുമോ കിട്ടില്ല എന്നുള്ളത്. അത് ഇവിടെ വന്നതിന് ശേഷം അറിയുള്ളൂ. ഇല്ല, നാട്ടിൽ നിന്ന് ഞാൻ അപ്ലൈ ഇട്ടിരുന്നു, പക്ഷെ കിട്ടിയിരുന്നില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ കോഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വിസ ഒക്കെ കിട്ടാൻ എത്ര ടൈം എടുത്തു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ജാനുവരിയിൽ എന്നെ അപ്ലൈ ചെയ്തു.
അത് കഴിഞ്ഞ് ഫെബ്രുവരി തന്നെ എനിക്ക് കിട്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ ആ കുറച്ച് നേരെ 2019-20 അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊറോണന് മുന്നേ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് ആ സമയത്തൊക്കെ പെട്ടെന്ന് കിട്ടിയത്. എന്റെ കേസിൽ എനിക്ക് നവംബറിൽ ഓഫർ ലെറ്റർ വന്നു, അഡ്മിഷൻ കൺഫേം ആയി. അപ്പൊ ഞാൻ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ വിസ അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പൊ ചിലർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ, സ്ലോട്ട് കിട്ടാൻ തന്നെ ഭയങ്കര വെയിറ്റിംഗ് ആവുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ സ്ലോട്ടും കിട്ടുന്നു. അപ്പൊ ഞാൻ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ എന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായി, ഞാൻ പോയി. അത് കഴിഞ്ഞ് എനിക്കൊരു ജാനുവരി ലാസ്റ്റ് വീക്കിൽ എനിക്ക് വിസ വീട്ടിൽ വന്നു. ക്ലാസ്സിന് മുമ്പ് തന്നെ എല്ലാം കിട്ടി. അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഏപ്രിൽ ഇതുമാതിരി ഏപ്രിൽ 15 ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യണോ അഡ്മിഷന് വേണ്ടിയിട്ട്. അത് നെക്സ്റ്റ് ഒരു 1 മന്ത് എടുത്തു തോന്നുന്നു ഓഫർ കിട്ടാൻ. ഓഗസ്റ്റിൽ ഇതുമാതിരി വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഓൾമോസ്റ്റ് 45 ഡേയ്സ്, സെപ്റ്റംബർ 20 ആയപ്പോൾ എനിക്ക് വിസ കിട്ടി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒക്ടോബർ 17 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ കേസ് കൊറോണ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് 1 മന്ത് അത്രയും ഫാസ്റ്റ് ആയിട്ട് കിട്ടി. പക്ഷേ അപ്പോഴാണ് ഞാൻ വിസ എടുത്തതിന്റെ അപ്പോയിന്റ്മെന്റ് മാർച്ച് 1 ആയിരുന്നു. അത് അപ്പം എന്റെ പാസ്പോർട്ട് ഒക്കെ കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ലോക്ക്ഡൌൺ വന്നു. അപ്പോൾ 6 മാസത്തേക്ക് എന്റെ വിസയൊക്കെ അവിടെ ആയതുകൊണ്ട് എനിക്ക് ഒരു ഫുൾ കംപ്ലീറ്റ് ഒരു സെമസ്റ്റർ മൊത്തം വീട്ടിലിരിക്കേണ്ടി വന്നു, നാട്ടിലിരിക്കേണ്ടി വന്നു. അപ്പം പക്ഷെ എനിക്ക് ലോഗിൻ ഐ ഡി ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു സെമസ്റ്റർ മൊത്തം ഇവിടെ പോയായിരുന്നു. ഒരു സെമസ്റ്റർ ഞാൻ ലാഗ് ചെയ്തു. അടുത്ത സെമസ്റ്റർ ആണ് ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു. ഇനിയും ഇവരുടെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കണ പോലെ തന്നെ ഇവിടെ പാർട്ട് ടൈമിന്റെ കാര്യങ്ങളും, പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.